ഒരു ഉജാറ് കിട്ടുന്നില്ല. ഉജാറ് കിട്ടാൻ നിങ്ങളെ കമന്റുകൾ വേണം. നമുക്ക് പുട്ടിന് ടേസ്റ്റ് കൂടണം, ബിരിയാണിക്ക് ടേസ്റ്റ് ഒക്കെ കൂടണമെങ്കിൽ ബിരിയാണിക്ക് പലവിധ സ്പൈസസുകൾ നമ്മൾ ആഡ് ചെയ്യും. ആ പലവിധ സ്പൈസസുകളാണ് നിങ്ങൾ ഓരോരുത്തരും ആഡ് ചെയ്യുന്നത്. എല്ലാവരും ഇടുന്നത് ഒരേപോലത്തെ കമന്റ് അല്ലാത്തത് കൊണ്ട് തന്നെ പലവിധ രീതിയിലുള്ള സംഭവങ്ങളാണ് നമുക്ക്. ആ സ്പൈസസ് നന്നാവുമ്പോഴാണ് എന്ത് ചെയ്യുക, ബിരിയാണി നന്നാവുക. അതേപോലെ നിങ്ങളുടെ കമന്റുകൾ വരുമ്പോഴാണ് നമ്മുടെ ലൈവ് ഒന്ന് ഉഷാറാവുക. വന്നവരൊക്കെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഫാമിലി എല്ലാവരും സുഖമായിരിക്കുന്നു ഹക്ക് പറയുന്നു. അമ്മയും മോനും വർണ്ണജാലകം വിളിക്കുന്നുണ്ട്. വർണ്ണജാലകം എന്ന് അമ്മ മോനും വിളിക്കുന്നുണ്ട്. ഷാരിമോള് അമ്മക്കിളി, നമ്മൾ എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന അമ്മക്കിളി ഷാരിമോളാണ്. ഷാരിമോൾ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഷാരിമോൾക്ക് എന്തോ പ്രഷർ വരുന്ന എന്തോ കേട്ടിട്ടുണ്ട് ഞാൻ. നമ്മളോടല്ല, വീട്ടിലുള്ളവരോട് മാത്രം അങ്ങനെ എന്തോ ഒന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്താ ഉള്ളത് ഷാരിമോൾ ഒന്ന് പറഞ്ഞത്. ഫൈസലിക്കാന്ന് സ്നേഹത്തോടെ നമ്മുടെ ഷാരിമോൾ വിളിക്കുന്നുണ്ട്. തക്കാളി കൂട്ടാക്കുമോ എന്ന് ജാലകം ചോദിക്കുന്നുണ്ട്. തക്കാളി ചോദിക്കുന്നുണ്ട്. ഡാ ഇന്ന് ഞാൻ ഇറങ്ങുന്നില്ലടാ, ഇന്ന് ഞാൻ പുറത്ത്, ഇന്ന് കുറച്ച് കഴിഞ്ഞാൽ ഷാർജ എയർപോർട്ടിലൊന്നും പോകണം. നമ്മുടെ ഒരു സുഹൃത്ത് വരുന്നുണ്ട്, അപ്പൊ അവനെ വിളിക്കാൻ പോണം. ആളെ വിളിച്ച് വന്നിട്ട് അവനായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇന്നുണ്ടടാ തക്കാളിയെ. ഇന്ന് അതുകൊണ്ട് ഇന്ന് ഉണ്ടാവില്ല, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇൻഷാ അള്ളാ ഞാൻ എന്തായാലും ഉണ്ടാവും. നാളെ അല്ലെങ്കിൽ നാളെ വർക്കിന്റെ ഇത് നോക്കണം. നാളെ പറ്റിയാലും ഞാൻ നാളെ തന്നെ ഇറങ്ങും, ഇല്ലെങ്കിൽ മറ്റന്നാൾ ഷുവറായിട്ടുണ്ടാവും കേട്ടോ അൻസാറെ. ഇൻഷാ അള്ളാ തക്കാളി എന്തായാലും ഞാൻ ഉണ്ടാവും. ഞാനും പോകുക എന്ന് പറയുന്നുണ്ട്. ലൈക്ക് 9 എന്ന് പറഞ്ഞ ജാലകം പറയുന്നുണ്ട്. ജാഫർ പോയിട്ടില്ല, ജാഫർ ഇവിടെ തന്നെ ഉണ്ട്. തക്കാളി സെറ്റ് എന്ന് പറയുന്നുണ്ട്. എല്ലാവരും നമ്മുടെ കോസിം അറിയാനെ കൂടെ മറക്കണ്ട. കോസിം അറിയാനെ ഒന്ന് ഓർമ്മയിൽ വെക്കുക, ആരും മറന്നു പോകരുത്. എല്ലാവരും എൻ്റെ ഷോർട്സുകളും വീഡിയോസുകളും അതും മറക്കരുത്. മറവി എന്നത് നമ്മൾക്ക് എന്താണ് പറയാ, സ്വാഭാവികമായ കാര്യമാണ്. പക്ഷെ ആ സ്വാഭാവികത നമ്മൾ ഇവിടെ മറന്നു കളയണം. അല്ല, മറവി എന്ന കാര്യത്തെ നമ്മൾ മറന്നു കളയണം. സപ്പോർട്ടുകൾ എന്ന കാര്യത്തെ നമ്മൾ ഓർത്തുകൊണ്ടേ ഇരിക്കണം. ഐഫ തയ്യർക്കാന്ന് വിളിച്ചിട്ട് ഐഫ, വിവേക് മോനെ നീ ഇന്നലെ എവിടെ പോയടാ, എന്തൊക്കെയുണ്ട് സുഖാണോ എന്ന് ചോദിക്കുന്നുണ്ട് വിവേക്. ഇന്നലെ പെട്ടെന്ന് അങ്ങ് പോയല്ലോ, നമ്മുടെ നെറ്റിന്റെ പ്രശ്നം കൊണ്ട് പോയതാണോ വിവേക് ഇന്നലെ? ഐഫ നമസ്കാരം, അസ്സലാം വലൈക്കും. ഐഫ ബ്ലൂ ആക്കിയിട്ടുണ്ട്. നമ്മൾ താഴെ ഇതുള്ളതും വിവേകിനും ബ്ലൂ ചെയ്തിട്ടുണ്ട്. കൂട്ടാക്കാൻ പറ്റുന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂട്ടാക്ക്. ഇനി കൂട്ട് കൊടുക്കില്ല, അത് വേണ്ട. ഇനി ഒരിക്കൽ കൊടുത്താൽ മതി, ഒരിക്കൽ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒപ്പം നിൽക്കട്ട, കട്ടക്ക് കൂടെ നിൽക്കട്ട. എന്തൊക്കെ ഐഫ എപ്പോഴും ഒന്ന് സലാം പറഞ്ഞിട്ട് അങ്ങനെ പോവാറാണ് പതിവ്. സലാം പറഞ്ഞ് പോകുന്നതിന്റെ കൂട്ടത്തിൽ കുറച്ചു നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കട്ട ഐഫ. കാരണം ഐഫ വരുമ്പോ ഞാൻ ഉണ്ടാവാറില്ല എന്നുള്ളത് വേറൊരു സത്യമാണ്. അപ്പൊ ഐഫ വരും, ഞാൻ പറയും, ഞാൻ കണ്ട് വരുമ്പോഴേക്കും ഐഫ ഓടിയിട്ടുണ്ടാവും. അങ്ങനെ എല്ലാരും വിവേക ഹലോ എന്തൊക്കെയെന്ന് ചോദിക്കുന്നു. എല്ലാരും പരസ്പരം ഒന്ന് പരിചയപ്പെട്ട ഐഫ, അമ്മയും മോനും, വിവേക്, വർണ്ണജാലകം, അങ്ങനെ ആരൊക്കെ ഇവിടെ ഉണ്ടോ എല്ലാരും അങ്ങോട്ടും ഒരു ഹായ് ഹായ് ഒക്കെ കൊടുത്ത് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹായ് ഹോയ് ഒക്കെ പറഞ്ഞ്. അയ്യോ, എല്ലാരും ഹായ് ഹോയ് ഒക്കെ പറയും. നമ്മുടെ സുഹൃത്ത് അടുത്ത് ആ പരാതി ഞാൻ തീർത്തു പോകില്ല ഇന്ന് എന്ന് പറയുന്നുണ്ട്. ഓക്കെ താങ്ക് യു, താങ്ക്സ്. നമ്മുടെ ജാഫറിന്റെ ക്യാമറയിൽ ഒന്ന് ഇങ്ങനെ പിൻ ചെയ്ത് കുറച്ച് സൂം ചെയ്ത്, എന്നിട്ട് കുറച്ച് ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നു മൊബൈൽ സ്ക്രീനിൽ 2 വിരലുകൊണ്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വലുതാക്കി. കുറച്ചും കൂടെ. എന്നിട്ട് ക്യാമറ ഒത്തിരി ചെരിച്ച് വെച്ചിട്ട് താഴ്ത്തി ക്യാമറ ഇവിടെ വെക്കാൻ പറ്റണില്ല. അല്ല, ഫോൺ ഒരു ഇത്തിരി ചെരിച്ച് വെക്ക്, അല്ലെങ്കിൽ നീ കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയിരിക്കും. അയ്യ പൊളിച്ച് തെറ്റ്. ഒരേ മാപ്പിള പാട്ട് പാടാം നമുക്ക്. ആയിക്കോട്ടെ. അപ്പൊ കമന്റുകൾ ഇങ്ങനെ പോന്നോട്ടെ, കമന്റുകൾ പോന്നോട്ടെ, ഇമോജികൾ പറഞ്ഞോട്ടെ, ഹാർട്ട് പറഞ്ഞോട്ടെ, സ്മൈലി പറഞ്ഞോട്ടെ. ഹായ് ഗേസ് എന്ന് വിവേക് പറയുന്നുണ്ട്. അപ്പൊ എല്ലാരും നമ്മുടെ അഭിനവ് രഞ്ജിത്ത് എത്തിയിട്ടാ. ജാഫറ ഇന്നലെ ഞാൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ രഞ്ജിത്ത്. ഇതാണ് നമ്മുടെ സൗദിയാണ്. എല്ലാവർക്കും ഒരു കൊടുത്തിട്ട് നമുക്ക് പാട്ടിലേക്ക് അങ്ങ് കടക്കാം. പാട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ അതുവരെ നിങ്ങൾ കമന്റുകൾ വന്നു കഴിഞ്ഞാൽ പാട്ട് കഴിഞ്ഞ ഉടനെ നമുക്ക് കമന്റ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതുവരെ എല്ലാവരും പരിചയപ്പെടുക. അടുത്തൊരു മാപ്പിളപ്പാട്ടിലേക്ക് നമ്മുടെ സുഹൃത്ത് കിടക്കുകയാണ്. അതുവരെ എല്ലാവരും ക്ഷമയോടെ കമന്റിലൂടെ കൂടെ ഇരിക്കുക. ഹാജരായിരു നീട്ടി നടക്കുന്നുണ്ടാ ചുട് മരുഭൂവിൽ. ഹാജത്തായി തുള്ളി തെളി നീരും തേടി അലയുന്നു സാഫ മറുവായിൽ. പലവട്ടം സാഫ മറുവ കുന്നുകൾ കയറിയിട്ടും ഫലമില്ല, ഒരു തുള്ളി ജലമില്ല. പരിവട്ടത്താൽ പൊട്ടിക്കര